എല്ലാവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക, അല്ലെ? ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളെ തന്നെ നിലനിർത്തുക, അല്ലെ? നമുക്കറിയാം ഇസ്രായേലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവര് ദൈവത്തിൻ്റെതാണ്, അല്ലെ? അവർ ദൈവത്തിൻ്റെ ആയിരുന്നു. ആയിരുന്നു പുത്രത്വം കൊടുത്തിരുന്നത്. അവർക്കാണ് വാഗ്ദാനങ്ങളും അവരുടേതായിരുന്നു ആൻസിസ്റ്റേഴ്സും, അല്ല, പിതാക്കന്മാർ അവരുടേത് ആയിരുന്നു. കവനന്റ് വന്ന് അവരിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവര് ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നപ്പോൾ, അവർ ദൈവത്തിന്റെ വഴി കൂടെ നടക്കാതിരുന്നപ്പോൾ അവരെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എങ്കിൽ നമ്മള് ഗ്രാഫ്റ്റ് ഇരിക്കുന്നവരാണ്, അല്ലെ? നമ്മൾ വൈൽഡ് ആയിട്ടുള്ള ഒരു ഒലിവ് ട്രീ ആയിരുന്നത്. അതിൽ നിന്ന് നമുക്ക് നമ്മളായിരിക്കുന്ന ബ്രാഞ്ചിനെ അടുത്ത് ഇസ്രയേൽ എന്ന കുടുംബത്തിലേക്ക് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ വഴി കൂടെ നടന്നില്ല എങ്കിൽ, ദൈവത്തിൽ ആയിരുന്നില്ല എങ്കിൽ നമ്മളെയും കട്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, അല്ലെ? പക്ഷെ ദൈവം കരുണയുള്ളവനാണ്. ഒരുപാട് ചാൻസുകൾ തരുന്നതാണ് നമ്മൾക്ക്, അല്ലെ? ഒരിക്കൽ പോലും വെറുതെ ഉപേക്ഷിച്ച് കളയണം എന്ന് ഉദ്ദേശിക്കുന്ന ദൈവമല്ല. പക്ഷെ നമ്മളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിർത്തിയില്ലെങ്കിൽ, അല്ലെ, നമ്മളെ തന്നെ ദൈവത്തിന്റെ വഴി കൂടെ നിർത്തിയില്ല, ഈ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടിയാണ്, അല്ലെ? നമ്മളോട് സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ യേശുക്രിസ്തു ഇന്നവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താ പറയുക, ഹെൽപ്പറായിട്ടാണ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നിരിക്കുന്നത്. യേശുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയായി യേശുവിന്റെ ഹോളി സ്പിരിറ്റ് ഗോഡ് എപ്പോഴും എന്നും ഏതു നിമിഷം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, അല്ലെ? നമുക്ക് ഹെൽപ്പറാക്കി തന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി യേശുവിന്റെ വഴിയിൽ നമ്മളെ തന്നെ നിലനിർത്തുക, അവന്റെ സ്നേഹത്തിൽ നമ്മളെ തന്നെ നിലനിർത്തുക. അല്ല എങ്കിൽ, അല്ലെ, വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലും ഒരു ദൈവമില്ല കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, താങ്ക് യു സോ മച്ച് മാസ്റ്റർ. എബ്രഹാമിന്റെ അനുസരണ കാണാൻ എബ്രഹാമിനെ ഒരു കുടുംബമാക്കി തീർത്തപ്പോ, ഒരു രാജ്യമാക്കി തീർത്തപ്പോ, ആ രാജ്യത്തിലേക്ക് ഞങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് തന്നു. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമൊന്നും ഉള്ളത് കൊണ്ടല്ല കർത്താവ്, പക്ഷെ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് റൈച്ചസ്നെസ് തന്നിരിക്കുന്ന കർത്താവ്. ലോർഡ് ഫാദർ, ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് സാൽവേഷൻ തന്നിരിക്കുന്ന, ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ലൈഫ് തന്നിരിക്കുന്ന കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, പാപത്തിന്റെ ശമ്പളം, കൂലി എന്ന് പറഞ്ഞ മരണോ, പക്ഷെ അങ്ങനെയൊക്കെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഇറ്റേണൽ ലൈഫ് തന്നിരിക്കുക കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യുവർ ഹോളി നെയിം, വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഹൃദയത്തെ പ്രിപ്പയർ ആണ്. യേശുവിന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. പിതാവേ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. സംസാരിക്കണമെന്ന് അപേക്ഷിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. റോമകൃതി ലേഖനത്തിലേക്ക് പോകും. 11ാമത്തെ ചാപ്റ്ററിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്ന കാര്യം, പോൾ ഇങ്ങനെ പറയുവാണ്, തൻ്റെ കുടുംബം, അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ പറ്റി പറയും. എൻ്റെ ഫ്ലഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ഇസ്രായേൽ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടണമെന്നാണ് പോളിന്റെ വളരെ അധികമായിട്ടുള്ള ആഗ്രഹം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേല് ദൈവത്തിന്റെ റൈച്ചസ്നെസ്, അല്ലെ, റൈച്ചസ്നെസ് സ്വീകരിക്കാതെ അവര് സ്വന്തമായിട്ടുള്ള റൈച്ചസ്നെസ്സിനെ തേടി പോവുകയാണ് ചെയ്യുന്നത്. ലോ വഴി, ന്യായപ്രമാണം പാലിച്ചുകൊണ്ട് അവർക്ക് നീതീകരിക്കപ്പെടാം എന്നൊരു രീതിയിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നമുക്കറിയാം 10ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുകയാണ്, യേശുക്രിസ്തുവാണ് ലോയിന്റെ അവസാനം, റൈച്ചസ്നെസ് ഉള്ള, അല്ലെ, നീതീകരിക്കപ്പെടുന്നതിന്റെ ലോയിന്റെ അവസാനമാണ് യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്കുള്ളത്, അല്ലെ? അപ്പൊ ഇനി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോ നമ്മള് എന്താ പറയുക, അവൻ ഓൾറെഡി എല്ലാ ലോയും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി വിശ്വസിച്ചാൽ മാത്രം മതി, അല്ലെ? നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് റൈച്ചസ്നെസ് തരുവാണ് ദൈവം തന്നിരിക്കുന്നത്, അല്ലെ? നമ്മളൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഫ്രീ ഗിഫ്റ്റ് ആണ്, വെറുതെ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഒരു ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഗിഫ്റ്റ് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്തിട്ട് കിട്ടുന്നത് കൂലിയാണ്, അല്ലെ? ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. പക്ഷെ അത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ട്, ഗോസ്പല് പറഞ്ഞിട്ടും അവര് എന്താ പറയുക, സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെ? അവര് എന്താണ് പറയുന്നുള്ള കാര്യം പോലും എന്താ പറയുക, ദൈവം ഈ അപ്പോസ്തലന്മാർ വഴിയൊക്കെ എന്താണ് പറയുന്നതുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത വ്യക്തികളാണ് ഭൂരിഭാഗം പേരും, എല്ലാവരും ഇല്ല, അല്ലെ? അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞു. ഇനി 11ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്,
11ന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 16 തൊട്ട് 22 വരെയുള്ള വാക്കുകൾ. ഇനി ഇസ്രായേൽ മക്കളെ പറ്റി നമ്മളോട് പറഞ്ഞിട്ട് കാര്യം എന്തിരിക്കുന്നു അല്ലെ? അപ്പോ ഇത് പോള് ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട്, പക്ഷെ നമ്മൾക്കുള്ള ഒരു വാർണിംഗ് ആയിട്ട് പോൾ വഴി ഹോളി സ്പിരിറ്റ് പറയുവാണ് അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുള്ളൂ. ഇസ്രായേൽ മക്കളുടെ കാര്യത്തെ പറ്റിയല്ല സംസാരിക്കുള്ളൂ. നമ്മൾക്ക് ചർച്ചിന് അല്ലെ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ 11ാമത്തെ ചാപ്റ്ററിന് റോമന്റെ 11ന്റെ 1 തൊട്ട് 10 വരെ, പിന്നെ 16 തൊട്ട് 22 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലയോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ദൈവം തള്ളിക്കളയുന്നില്ല മനുഷ്യനെ അല്ലെ? ഒരു കാരണവശാലും ദൈവം യേശുക്രിസ്തു ഒരു മനുഷ്യനെ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല. ഉപേക്ഷിച്ച് കളയാനുള്ള ഈ ലോകത്തിലേക്ക് വന്ന് ഇത്ര ഇക്കണ്ട കഷ്ടപ്പാട് മുതൽ സഹനം മുതൽ സഹിച്ചു കൂട്ടേണ്ട ഒരു കാര്യം യേശുക്രിസ്തുവിനില്ല. ഇനി ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അകന്നു പോകുന്നത്? പാപം കൊണ്ട്. നമ്മളാണ് തീരുമാനമെടുക്കുന്നത് അല്ലെ? ദൈവമല്ല തീരുമാനമെടുക്കുന്നത്. നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന തീരുമാനം എടുക്കുന്നത് നമ്മളാണ് എടുക്കുന്നത്, ദൈവമല്ല തീരുമാനം എടുക്കുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കും അല്ലെ? എന്നും നമ്മളെ കൈക്കൊള്ളുന്ന ദൈവമാണ് അല്ലെ? അവസാന നിമിഷവും നമ്മൾക്ക് വേണ്ടി അല്ലെ നമ്മളോട് ക്ഷമിക്കാൻ അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷമാണെങ്കിൽ പോലും ദൈവമേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിമിഷം നമ്മുടെ ദൈവം ക്ഷമിക്കും അല്ലെ? അങ്ങനെ ഒരു മനസ്സുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുക, ഇസ്രായേലിലെ മക്കള് അവര് യേശുവിനെ കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല അല്ലെ? നമുക്കറിയാം തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുക്രിസ്തു ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ അല്ലെ? ആദ്യം മേരി മാഗ്ദലിന്, പിന്നെ അത് കഴിഞ്ഞ് ശിഷ്യന്മാർക്ക്, പിന്നെ നമുക്ക് 2 പേര് ഏമോസ് എന്നുള്ള ആ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവർക്കും ഒപ്പം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ലൂക്കോസ് സുവിശേഷത്തിലെ ഉള്ള കാര്യം പറയുന്നു. അവർക്കും പ്രത്യക്ഷപ്പെടുന്നു. അവരോട് ദൈവം യേശുക്രിസ്തു സംസാരിച്ചത് എവിടെ നിന്നാ? ലോയിൽ നിന്ന്, അതായത് മോസസ് എഴുതിയ അല്ലെ ലോയിൽ നിന്ന് 5 ചാപ്റ്ററിൽ നിന്ന്, പിന്നെ പ്രോഫറ്റുമാരിൽ നിന്നും, പിന്നെ സങ്കീർത്തനത്തിൽ നിന്ന് യേശു തന്നെ പറ്റി പറഞ്ഞപ്പോ അവര് ഇത് കേൾക്കുമ്പോ, യേശുക്രിസ്തു പറയുന്നത് കേട്ട് കഴിയുമ്പോ അവരുടെ ഹൃദയം ഇങ്ങനെ ബാൻ ചെയ്ത് തീയിലായിരിക്കുന്ന പോലെ, തീ ഉള്ളതുപോലെ ഇങ്ങനെ തോന്നും അവർക്ക് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു അവരോട് സംസാരിച്ചത് ന്യൂ ടെസ്റ്റമെന്റിൽ നിന്നല്ല അല്ലെ? ഗോസ്പല് യേശുവിനെ പറ്റിയുള്ള ന്യൂ ടെസ്റ്റമെന്റ് മാത്രമല്ല ഉള്ളത്. ജനസിസ് തൊട്ട് റെവലേഷൻ വരെ യേശുക്രിസ്തുവിനെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ ജൂതന്മാരോട് ജൂതന്മാർക്ക് തന്നെ ഒരാൾക്ക് ലോകത്തിൽ ഒരാൾക്ക് പോലും പറയാൻ പറ്റത്തില്ല അല്ലെ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞില്ല അല്ലെ? ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാതിരുന്നതെന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ജൂതന്മാർക്ക് പറയാനൊരു വാക്കില്ല. ഇനി മറ്റുള്ള രാജ്യക്കാരെ ഒന്ന് വിചാരിച്ചു വെക്കാം, അവർക്ക് പറയാൻ വാക്കില്ല. എന്ന് വെച്ചാൽ 19ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകാശം എല്ലാം പറയുന്ന ദൈവത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടി മൊത്തം പറയുന്ന ദൈവത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശം ദൈവത്തെ പറ്റി വെളിപ്പെടുത്തുമ്പോ അത് കേൾക്കാത്ത ഒരു ഭാഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? സൃഷ്ടി മൊത്തം ദൈവത്തെ പറ്റി വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ? ദൈവമെല്ലാം മറച്ചു വെച്ചിട്ട് അവസാനം നിങ്ങൾ എന്നെ കണ്ടെത്തിയില്ലല്ലോ എന്ന് പറയുന്നൊരു ദൈവമല്ല. ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസം ചെറുതോറും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ദൈവത്തെ പറ്റി ഓരോ കാര്യം വഴി അല്ലെ? പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് പിന്നെ ദൈവത്തെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, തന്നെ ഉപേക്ഷിച്ച് കളയുന്ന വ്യക്തികളെ ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണ് യേശുക്രിസ്തു. ഇവിടെ പറഞ്ഞിരിക്കുക, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല എന്നാണ് പോൾ പറഞ്ഞിരിക്കുന്നത്. പോളിനെ കൃത്യമായിട്ട് അറിയാം, കാരണം പോൾ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നുള്ള കാര്യം പോളിനറിയാം. ആ പോളിനെ തേടി എത്തിയതാണ് യേശുക്രിസ്തു. അപ്പൊ തങ്ങളെ തള്ളിക്കളയുന്നവനല്ല യേശുക്രിസ്തു എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഞാനും ഇസ്രായേലിനല്ലോ, എബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവൻ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവൻ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിനും മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിച്ചിരിക്കുന്നു എന്ന് തന്നെ അല്ല. ഇപ്പൊ നമുക്കിത് അറിയാവുന്ന കാര്യമാണ്.
ഏലിയാവ് അല്ലെ, ഏലിയാവിന്റെ ആ ഒരു സങ്കടത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതാ അല്ലെ, കാർമലില് അദ്ദേഹം അന്ന് നടത്തിയ യാഗം അല്ലെ, ബാലിന്റെ പ്രോഫറ്റുമാരെ എല്ലാം അദ്ദേഹം കൊന്നു കളഞ്ഞതിന് ശേഷം വലിയൊരു റിവൈവൽ വരുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷയോടുകൂടി അദ്ദേഹം നിന്ന് അല്ലെ, ആഹാബിനെതിരായിട്ട് നിന്ന് എന്താ പറയുക, ദൈവം ആ എന്താ പറഞ്ഞ എലൈജാന്റെ ആ ഓൾട്ടറിലേക്ക് തീ അയച്ച് യാഗപ്പെടുത്തിലുള്ളതും പിന്നെ വെള്ളം എല്ലാം സഖ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോ എന്നിട്ട് കൂടി ഒരു റിവൈവൽ വരും, ഇസ്രായേൽ മൊത്തം അങ്ങിൽ യേശുവിലേക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. അതൊന്നും നടക്കാതെ വന്നപ്പോഴേക്കും ഇലാജിക്കുണ്ട് ഒരു വിഷമം അല്ലെ, മാനസികമായിട്ട് വിഷമത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്, ദൈവത്തിന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദൈവം പറയും അങ്ങനെയല്ല, എനിക്ക് വേണ്ടി 7000 പേരെ ഞാൻ സൂക്ഷിക്കുന്നു അല്ലെ. 5ാമത്തെ വാക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൽ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലത്തും ഇസ്രായേൽ മക്കളിനെ പറ്റി അല്ല ദൈവം ഇത് പറ്റി മാത്രമല്ല പറയുന്നത്, ഇന്നത്തെ കാലത്തും ഒരു ശേഷിപ്പുണ്ട്, ഒരു റെംനന്റ് ദൈവത്തിനായിട്ട് എന്നും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ റെംനന്റ് ഉണ്ട് എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചർച്ചകളിൽ നിന്നും ഒരു റെംനന്റ് ദൈവത്തിന് വേണ്ടിയുണ്ട്, ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്. 6ാമത്തെ വാക്ക് പറയാ, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്, ഇസ്രായേൽ താൻ പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കും. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിക്കും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാത്ത വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിക്കണമേ എന്ന് ദാവീദ് പറയുന്നു. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുവാണ്, ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി പറഞ്ഞിരിക്കും, ഒരു റെംനന്റ്, ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി എപ്പോഴും ഉണ്ട് അല്ലെ. അപ്പൊ ഈ റെംനന്റിനെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് വഴിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്, അല്ല പ്രവൃത്തി കൊണ്ടല്ല. ഇസ്രായേല് പ്രവൃത്തി ചെയ്തിട്ട് ലോയിന്റെ അല്ലെ ന്യായപ്രമാണത്തിന്റെ വർക്ക് ചെയ്തിട്ട് കൃപ കിട്ടാൻ വേണ്ടി കാത്തിരുന്നല്ലോ, അതങ്ങനെയല്ല അല്ലെ. ഇത് കൃപ ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റ്, ഗ്രേസ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിന് ഇതുപോലെ എന്താ പറയാ, ന്യായപ്രമാണത്തിന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് നീതി ലഭിക്കത്തില്ല എന്ന് വെച്ചാൽ റൈച്ചസ്നെസ് കിട്ടാനും പോകുന്നില്ല, ദൈവത്തിന്റെ കൃപ ഗ്രേസും കിട്ടാൻ പോകുന്നില്ല. കാരണം അത് പ്രവൃത്തി കൊണ്ടല്ല ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്, അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെട്ടില്ല. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ലോയിന്റെ കീഴിൽ വരുന്ന ഓരോ കാര്യം സാക്രിഫൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാപമുണ്ട്, നമ്മൾ പാപികളാണ്, എന്റെ പാപം കൊണ്ടാണല്ലോ എനിക്കൊക്കെ ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത്, എനിക്കൊരു ദൈവത്തിന്റെ ആവശ്യമുണ്ട്, എനിക്കൊരു രക്ഷന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം തന്നിരിക്കുന്ന കൊടുത്തിരുന്ന ഒരു ലോയാണ് അല്ലെ. കൊടുത്തിരുന്ന കാര്യമാണ് ലോ എന്ന് പറഞ്ഞാല്, ന്യായപ്രമാണം എന്ന് പറഞ്ഞു. പക്ഷെ അത് അവര് എന്താ പറയാ, ന്യായപ്രമാണം ചെയ്തുകൊണ്ട് അവര് റൈച്ചസ് ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇവര് ദൈവത്തെ മിസ് ചെയ്യുന്നു അല്ലെ. ദൈവത്തിന്റെ സ്നേഹത്തെ അവര് പാടെ തള്ളിക്കളഞ്ഞു. അവര് ദൈവത്തെ മിസ് ചെയ്യുന്നില്ല, അവര് ദൈവത്തെ പാടെ തള്ളിക്കളഞ്ഞേക്കും. ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ സ്നേഹത്തെ അവര് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞപ്പോ ദൈവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ തള്ളിക്കളയാത്ത ഒരു കൂട്ടം ആൾക്കാരെ, ഒരു റെംനന്റിനെ, ഒരു ശേഷിപ്പിനെ ദൈവം കാത്തിരിക്കുന്നു അല്ലെ, കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ ഒരു എലൈജാന്റെ കാര്യം വഴി, പോൾ വഴി ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡിലൂടെ പറയുക, 7000 പേരെ എന്താ പറയാ, ബാലിന് മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പ്രോഫറ്റുമാരെ ദൈവം സൂക്ഷിച്ചതുപോലെ അല്ലെ, തന്നോട് സ്നേഹമുണ്ടായിരുന്ന, താൻ പറയുന്ന അനുസരിച്ച് തന്നോട് വിശ്വാസമുണ്ടെന്ന് 7000 പേരെ സൂക്ഷിച്ച പോലെ ഒരു റെംനന്റ് ഇന്നും ഉണ്ട് ദൈവത്തിന്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു അല്ലെ. ഇനി അവരുടെ മേശ അവർക്ക് എന്താ പറയാ, ഒരു കെണിയായിരിക്കും. മേശ കെണിയായിരിക്കും എന്ന് പറഞ്ഞ ലക്ഷറി, അവര് എന്താ പറയാ, ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ശൈലി അല്ലെ, അത് അവർക്ക് തന്നെ കെണിയായിരിക്കുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എന്താ പറയുക, അവരെ
അവര് അവര് അവരായിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ അർമാദിച്ച് നടന്നുകൊണ്ടിരിക്കുക. അവര് ലാവിഷായിട്ട് ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ദൈവം പറയുന്നതിനെ പറ്റി കേൾക്കാനോ ദൈവത്തിന്റെ വഴി കൂടെ നടക്കാനും വലിയ താല്പര്യമൊന്നും ഉള്ളവരല്ല. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ തേടുന്നവരെയാണ് ആം, ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ. ദൈവത്തെ തേടുന്നവരാണ് മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അന്വേഷിക്കാതെ തങ്ങളുടെ ഇഷ്ടപ്രദത്തിന് പ്രകാരമുള്ളവരെ തന്റെ ഇഷ്ടത്തിന് പ്രകാരം എന്താ പറയുന്നത് ജീവിച്ചു കൂട്ടുന്ന ആൾക്കാർക്ക് ദൈവം എന്താ പറയുക അവരുടെ അടുത്തേക്കൊന്നും വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ജെന്റിൽമാൻ ആണ് അല്ലെ. ചാടി തുള്ളി അകത്തേക്ക് ചവിട്ടി തുറന്ന് നമ്മുടെ ജീവിതത്തിന്റെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയല്ല. യേശുക്രിസ്തു ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ പുറത്തു നിന്ന് വാതിൽ മുട്ടുവാണ്. റെവലേഷൻ വെളിപാട് പുസ്തകത്തിനകത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം പുറത്തു നിന്ന് വാതിൽ മുട്ടുവാണ്, ഹൃദയത്തിന്റെ വാതിലും മുട്ടുവാണ്. അത് തുറന്ന് അകത്ത് നിന്ന് തുറക്കുന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ അല്ലെ. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് വേണ്ടി ഒരു റെമനന്റ് ഉണ്ട്. ആ ദൈവം കുറെ ആൾക്കാരെ കൈകൊണ്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് ദൈവത്തിന്റെ ഇതാക്കി വെച്ചതല്ല അല്ലെ. അവരൊരു തീരുമാനം എടുത്തതാ അല്ലെ. അപ്പൊ ദൈവം തന്നെ അവരെ എന്താ പറയാ ഒരു കൂട്ടം ആൾക്കാർ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് മറ്റുള്ളവരെ ദൈവം കുറ്റം പറയുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം പാർഷ്യാലിറ്റി ഉള്ള ഒരു വ്യക്തി എന്ന് പറയും അല്ലെ. ഇത് പാർഷ്യാലിറ്റി ഉള്ള ഒരു വ്യക്തി, ദൈവം പാർഷ്യാലിറ്റി ഉള്ള വ്യക്തിയല്ല അല്ലെ. ദൈവത്തിനോട് നിൽക്കാൻ താല്പര്യം ഉള്ള ആൾക്കാരെ അല്ലെ, ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ അല്ലെ, ദൈവത്തിലേക്ക് ഹൃദയത്തെ ചാച്ചിരുന്ന ആൾക്കാരെയാണ് തന്റേതാക്കി ദൈവം ആ ഒരു ശേഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, റെമനന്റ് ഉണ്ടെന്ന് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അല്ലാത്തവരെ എത്രമാത്രം എന്താ പറയാ ദൈവം ഒരുപാട് ചാൻസ് കൊടുത്തിട്ടും ദൈവത്തിലായിരിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്കാണ് ഇങ്ങനെ ഇവിടെ 8 പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരുപാട് ദൈവം അവരെ ഹൃദയത്തിൽ മുട്ടിയിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ എന്നെ എന്ത് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക്, നിങ്ങൾ എന്റെ വഴി കൂടെ വായു, എന്റെ ചെറിയന്റെ അടിയിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക. അതെല്ലാം പറഞ്ഞിട്ട് വലിയ താല്പര്യമില്ലായിരിക്കുന്ന ആൾക്കാരുടെയാണ് കണ്ണ് കുരുടാക്കിയും ഗാഢനിദ്രയൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി 16ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ദൈവം ഇങ്ങനെ 16 തൊട്ട് 22 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാഗം വിശുദ്ധം എങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധം എങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലീവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവികമായ കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിൽക്കാൻ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് ഇസ്രായേലിന്റെ കാര്യം അവരുടെ സ്റ്റോറി വഴി അവരുടെ ജീവിതം വഴി നമ്മളോട് ദൈവം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഇസ്രായേൽ ആ ദൈവത്തിന്റെ വഴി കൂടെ നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവര് മോശപ്പെട്ട രീതിയിലായതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചോ, ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഞാൻ അങ്ങനത്തെ വ്യക്തികളിലൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ നീ നിന്റെ ജീവിതം നേരെ ചൊവ്വെ ആക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവരെ തള്ളിക്കളയാൻ സാധിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മളെയും തള്ളിക്കളയാൻ ദൈവത്തിന് സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഒലിവാണ്, ഒലിവിന്റെ എന്താ പറയാ ബ്രാഞ്ചുകളാണ് നമ്മൾ അല്ലെ. തോട്ടത്തിൽ വെള്ളമൊഴിച്ച് നട്ടുവളർത്തിയ ഒലീവ് മരത്തിലേക്ക് നമ്മള് ഒട്ടിച്ച് ചേർത്തതാണ്, നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്തതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ താൻ എന്താ പറയാ വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കിയ ഒരു ഒലിവ് ട്രീയിൽ നിന്ന്, ഒലിവ് മരത്തിൽ നിന്ന് ബ്രാഞ്ചുകളെ മുറിച്ചു കളയാൻ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എങ്കിൽ നമ്മളെയും മുറിച്ചു കളയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ദൈവത്തിന് തോന്നത്തില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം അങ്ങനെ ക്രൂരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ മകന്റെ രക്തത്തിന് വില കൊടുക്കാത്ത വ്യക്തികൾ അല്ലെ, തന്റെ മകന്റെ കഷ്ടപ്പാടിന് വില കൊടുക്കാത്ത വ്യക്തികൾ, ഹോൾസ്പിൽ ഗോഡിനെ വെറും ഒരു സ്പിരിറ്റ് ആയിട്ട് കാണുന്ന വ്യക്തികളെ അല്ലെ, തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാൽവേഷനെ അത് ഒട്ടും വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള ജീവൻ നയിക്കുന്ന വ്യക്തികളെ ഒരിക്കൽ പോലും ദൈവത്തിന് കൈക്കൊള്ളേണ്ട കാര്യമില്ല
അല്ലെ? ദൈവം നീതിയും ന്യായത്തിലും മാത്രം ഉറച്ചു ജീവിക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ജീവിക്കുന്ന നീതിമാനായ ന്യായമുള്ള ദൈവമാണ് നമ്മുടെ യേശുക്രിസ്തു. അല്ലെ? ഇനി തിരിച്ചു വരുന്നത് രാജാതി രാജാവായിട്ട് ആണ്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് തല്ലും തുപ്പും ഇടിയും ചവിട്ടും എല്ലാം കൊണ്ട് ഒരു മനുഷ്യന്റെ രൂപം പോലും ഇല്ലാത്ത രീതിയിലേക്ക് മനുഷ്യവർഗം സ്വന്തം സൃഷ്ടാവിനെ മാറ്റി. എന്താ പറയുക, മനുഷ്യനാണോ എന്ന് അറിയത്തില്ല, അതുപോലെ വികൃതമാക്കി കളഞ്ഞു, അല്ലെ? എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കധികം ക്രൂരതയാണ് ദൈവത്തോട് നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചോണം, അല്ലെ? മനുഷ്യരൂപത്തിലുള്ള ദൈവത്തോട് അത്രയ്ക്ക് ക്രൂരത നമ്മൾ ചെയ്ത് ഇനി വരുന്നത് അതിനു വേണ്ടിയല്ല, അല്ലെ? രാജാതി രാജാവായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ തന്നെ ദൈവത്തിന്റെ കൃപയിലേക്ക് നിർത്തുക. രണ്ടാമത്തെ തിമോത്തിയോസിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്കിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നാണ് മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ, ഇംഗ്ലീഷ് വെർഷനിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാലും കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാലും എങ്ങനെ നമുക്ക് സാധിക്കുന്നു? ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, അല്ലെ? റോമക്കത്ത് ലേഖനത്തിന്റെ തന്നെ 8-ാമത്തെ ചാപ്റ്റർ 13-ാമത്തെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിന്റെ പ്രകാരം നടക്കുന്ന വ്യക്തികൾ മരണമാണ് അവസാനം കിട്ടാൻ പോകുന്നത്. പക്ഷേ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൃപയിൽ, അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശക്തിയിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ അവർക്ക് കിട്ടാൻ പോകുന്ന ജീവനാണ്, അല്ലെ? നിത്യ ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികളായിക്കൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് പൊസിഷൻ ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മളെ തന്നെ ശക്തിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തികളായിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ ആ റെമനന്റില് ആ ഒരു എന്താ പറയുക, ദൈവം തനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ശേഷിപ്പ് എന്നുള്ള ആ കൂട്ടം ആളുകൾ, അവരിൽ ആയി തീരണം എന്നുള്ള തീരുമാനം നമ്മൾ എപ്പോഴും എടുക്കുക. എനിക്ക് എൻ്റെ ദൈവത്തിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അത് എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരുപക്ഷെ ഞാൻ എൻ്റെ സകല കംഫോർട്ടുകളും വേണ്ടെന്ന് വെക്കേണ്ടി വരുമായിരിക്കും. ഈ ലോകത്ത് മൊത്തം വേണ്ടെന്ന് വരുമായിരിക്കും. ചിലപ്പോൾ എൻ്റെ കുടുംബത്തെ കൂടെ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് എങ്ങനെയാന്ന് പറഞ്ഞാലും വേണ്ടില്ല, യേശു ക്രിസ്തുവിന്റെ ഒപ്പം ഇരിക്കുക. അതൊരു ആറ്റിറ്റ്യൂഡാണ് പോൾ എടുത്തിരുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർക്കകത്ത് ലേഖനത്തിൽ 1-ാമത്തെ കൊരിന്ത്യന്റെ 6-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അൺറൈച്ചസ് ആയിട്ടുള്ള ആൾക്കാർ, 6-ാമത്തെ ചാപ്റ്റർ 9-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അൺറൈച്ചസ് ആയിട്ടുള്ള ആൾക്കാര് ദൈവത്തിനൊപ്പം ആയിരിക്കത്തില്ല, അവർ കിങ്ഡത്തിലേക്ക് ദൈവരാജ്യം അവർക്ക് അവകാശമാകത്തില്ല, അല്ലെ? അന്യായം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാകില്ല എന്ന് നിങ്ങൾ ഇല്ലയോ എന്നാണ് ഒരു ചർച്ചിനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? അന്യായം ചെയ്യുന്ന അൺറൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ലോകത്തുള്ള ആൾക്കാരെ പറ്റിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്, അല്ലെ? ഇവിടെ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, എന്താ പറയാ, 1-ാമത്തെ കൊരിന്ത്യന്റെ 6:9-10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാകുകയില്ല എന്ന് അറിയുന്നില്ലോ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവേശക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. ഇത് എഴുതിയിരിക്കുന്ന ചർച്ചിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? അപ്പോ ഇത് ചർച്ചിനു വേണ്ടി. ഇപ്പൊ നമ്മളിത് ചിലപ്പോ വായിക്കുമ്പോൾ ഓർക്കോ, ചിലപ്പോ ഇത് ലോകത്തുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ലോകത്തുള്ള ആൾക്കാര് ദൈവത്തിന്റെ രാജ്യത്തിന് ഇല്ല എന്നുള്ള കാര്യം ചർച്ചിലുള്ളവരോട് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? അവരാകത്തില്ല, അത് ഉറപ്പ് കാര്യമാണ്, അല്ലെ? ലോകത്തുള്ളവർ യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന വ്യക്തികൾ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കത്തില്ല. അപ്പൊ രക്ഷിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ വാ കൊണ്ട് യേശുക്രിസ്തുവിനെ ഏറ്റു പറയും, മനസ്സിൽ നമ്മുടെ ഹൃദയത്തില് ദൈവം എന്താ പറയുക, യേശുവിനെ എഴുന്നേൽപ്പിച്ചതാണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നില്ല. അപ്പൊ അത് ചെയ്യാത്ത ആൾക്കാര് ഈ ലോകത്ത് നടക്കുന്നവർ അവര് മദ്യപാനികളുടെ, അത്യാഗ്രഹികളുടെ, കള്ളന്മാരാണ്, എന്താ പറയുക, വ്യഭിചാരം ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെ? ഒരു ചർച്ചിൽ അത് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ചർച്ചിനോടാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റർ പോൾ സെൻഡ് ചെയ്ത പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് എഴുതിയിരിക്കുന്ന ചർച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്നും ചർച്ച. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
അൺറൈച്ചസ് ആയിട്ട് ജീവിതം ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ രാജ്യം ഉള്ളതല്ല. അതിപ്പോഴേ അങ്ങ് ദൈവം അങ്ങോട്ട് പറഞ്ഞേക്കും അല്ലെ. പിന്നെ ഒരു കുറെ കാലം കഴിയുമ്പോൾ ദൈവമേ ഞങ്ങൾ അറിഞ്ഞില്ലെന്നുള്ള ഒരു പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം പിന്നെയും പിന്നെയും നമ്മളോട് പറയുന്നത് വരവ് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ അല്ലെ ആ റെമനന്റ് കൂട്ടത്തിൽ നിൽക്കുന്നവരായിരിക്കുക. ദൈവത്തിന് വേണ്ടി ഒരുപറ്റ ആൾക്കാരുണ്ട്. ദൈവത്തിന് അറിയും കൃത്യമായിട്ട് ആരാന്നുള്ള കാര്യം അറിയും. ആ ആരാന്നുള്ളവരുടെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒപ്പം നമ്മൾ ആയിരിക്കും അല്ലെ. ഹാബിച്വലായിട്ട് സിൻ ചെയ്യുന്നവരായിരിക്കരുത് അല്ലെ. നിത്യമായിട്ട് ഇങ്ങനെ പാപം ചെയ്തു പോകുന്ന വ്യക്തികൾ നമ്മളായിരിക്കും. പാപത്തിലായിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കുന്നത്. അങ്ങനത്തെ ജീവിതത്തെ പറ്റിയല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹാബിച്വൽ സിൻസ് പറയുമ്പോൾ പാപത്തെ തന്നെ ആയിരിക്കുന്ന വ്യക്തികൾ, ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെ. പക്ഷെ ചില വ്യക്തികളുണ്ട് പാപത്തിൽ നിന്ന് മോചനം വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ആയിരിക്കുന്ന വ്യക്തികളെ പറ്റിയാ പറയുന്നു. പാപത്തിൽ നിന്ന് മോചനം വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. പക്ഷെ അവര് പിന്നെയും പിന്നെയും പാപത്തിലേക്ക് ആയിപ്പോകുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാർ 2 കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബന്ധനം, പൈശാചിക ബന്ധനമായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാഡ് സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ പോർണോഗ്രഫിയെ കാണുന്ന ആൾക്കാരല്ല, ടീനേജേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് യേശുവിലേക്ക് വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ അവർക്ക് എന്താ പറയാ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കാത്ത അവസ്ഥ അല്ലെ. അങ്ങനെയാകുമ്പോ അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കരുത് എന്ന ആഗ്രഹമുണ്ട്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അല്ലെ. ഉപവാസ പ്രാർത്ഥന വരെ എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ട്. പക്ഷെ എന്നിട്ടും ആ ബന്ധത്തിൽ നിന്ന് പൊട്ടി വരാൻ പറ്റാതിരിക്കുന്ന ആൾക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, ഒരു ഡെലിവറൻസിന്റെ ആവശ്യമുണ്ട്. ആ ഒരു വാതിലുകളെല്ലാം അടച്ചു കഴിയുമ്പോൾ അല്ലെ. നമുക്കറിയാം പൈശാചിക ലോകം വർക്ക് ചെയ്യുന്ന ലീഗൽ അതോറിറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ലീഗൽ അതോറിറ്റി അവർക്ക് സാങ്ഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ പാപമാണ് ലീഗൽ അതോറിറ്റി ആയിട്ട് സൈറ്റിന് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ആ പാപം എന്നുള്ളത് ദൈവത്തോട് ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ ആ എന്താ പറയുക ലീഗൽ അതോറിറ്റി അത് ക്യാൻസൽ ആക്കപ്പെടുന്നു. നമ്മളായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന ലീഗൽ അതോറിറ്റി അത് ക്യാൻസൽ ആക്കപ്പെടുന്നു. അപ്പോഴേക്കും നമുക്ക് മോചനം വരുന്നു അല്ലെ. അല്ലാതെ ചില ആൾക്കാരുണ്ട് പിന്നെ അടുത്ത കാറ്റഗറി പിന്നെയും പിന്നെ ഒരു പാവത്തിലായി പോകുന്നു. അപ്പൊ അതിനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക, യേശുവിലേക്ക് ശ്രദ്ധ തിരിക്കുക അല്ലെ. പിന്നെയും നമ്മൾ ഈ പാവത്തിന് പിന്നെയും ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് പാവത്തിലേക്ക് പിന്നെയും ആയി പോകുന്നത്. അപ്പൊ അതിന് യേശുവിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിയുമ്പോൾ നമ്മൾ പയ്യെ ആ പാപത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയും ദൈവത്തിലേക്ക് കൂടെ അടുക്കുകയും ചെയ്യും. പക്ഷെ ചില ആൾക്കാരുണ്ട് പാപം ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പാപത്തിലായിരിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ളവര് വ്യക്തികളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒന്നാമത്തെ ജോലി ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം വെളിച്ചമാണ്, നമ്മൾ വെളിച്ചമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പാപത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ദൈവമായിട്ട് യാതൊരു വിധത്തിലുള്ള ഫെലോഷിപ്പ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാകാതിരിക്കും നമ്മൾ ദൈവത്തിലായിരിക്കും, യേശു ക്രിസ്തുവിലായിരിക്കും അല്ലെ. ദൈവത്തെ യേശുവിനെ വിശ്വസിക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും ദൈവത്തോട് എന്താ പറയുക വിശ്വസ്ത ഇല്ലാതിരിക്കുകയും ഒബീഡിയന്റ് ആകാതിരിക്കുകയും തങ്ങളുടെ ഇഷ്ടത്തിന് പ്രകാരം നടക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന കുടുംബത്തിൽ നിന്ന് പലരെയും ദൈവം കട്ട് ഓഫ് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മളെയും അങ്ങനെ കട്ട് ഓഫ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന കാര്യം എപ്പോഴും മനസ്സിലാക്കുക. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ അവന്റെ സ്നേഹത്തിൽ നിലനിർത്തും. അത് നമ്മളുടെ ഉത്തരവാദിത്യമാണ് അല്ലെ. പക്ഷെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നുമുണ്ട് അല്ലെ. നമ്മൾ ഒരു കാരണവശാലും നമ്മളെ തള്ളിക്കളയത്തില്ല. പക്ഷെ നമ്മൾ തന്നെ അവന്റെ സ്നേഹത്തെ നമ്മളെ തന്നെ നിലനിർത്തും അല്ലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാവും. ജൂഡിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മളെ തന്നെ അവന്റെ സ്നേഹത്തെ നിലനിർത്തുന്ന വ്യക്തികളായിരിക്കും. അതിനൊരു മുടക്കവും ഉണ്ടാക്കരുത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളൂ. അപ്പൊ അതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശക്തി പോരാ കർത്താവിനോട് അത് അങ്ങയുടെ വഴി കൂടെ നടക്കുന്നതിന്. പക്ഷെ ഞങ്ങൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു കർത്താവ്. പാപം ചെയ്യാനുള്ള തരം ഉണ്ടാകുമ്പോൾ കർത്താവ് നിന്നുള്ള ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ. അങ്ങ് കൂടെ വരുമ്പോൾ ഞങ്ങളും കൂടെ ഉണ്ടാകുമെന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങളെ തന്നെ നിർത്താനായിട്ട് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ വിടുവിക്കാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും കർത്താവ് പാപത്തിൽ നിന്ന് മോചനം കിട്ടാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാസ്റ്റർ ഗോഡ് അതിനുള്ള അതോറിറ്റി കൊടുത്തിരിക്കുന്ന അങ്ങ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ ഫാദർ ആളുകളുടെ അടുത്തേക്ക് ഇവരെ ലീഡ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ ഗോഡ്. അങ്ങയുടെ കൃപ എന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയെ പറ്റിയുള്ള പുകഴ്ച മാത്രം
സ്തോത്രം, കർത്താവ് പ്രശസ്തി, പ്രേസ് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ. കർത്താവ് താങ്ക് യു. എന്റെ പ്രേസ് മസ്റ്റുകൾ എന്നെ കേട്ടോടിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണം. അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.